നാം പലപ്പോഴും ഉറക്കത്തിൽ ഞെട്ടി ഉണരാറുണ്ട്, ഉറക്കത്തിൽ പേടിക്കാറുണ്ട്. ഇനി മുതൽ നമുക്ക് അത്തരം അവസ്ഥകൾ ഉണ്ടാകാതിരിക്കാൻ നാം എന്ത് മുൻകരുതലാണ് എടുക്കേണ്ടത്? ഉറങ്ങാൻ പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉറക്കം എന്നത് ഇബാദത്താണ്. കേവലം നാം എപ്പോഴോ ഉറക്കം വരുമ്പോൾ പോയി ഉറങ്ങുന്നു എന്നതിനപ്പുറം അതിനു വേണ്ടി തയ്യാറായി വേണം ഉറങ്ങാൻ. ഉറക്കത്തിന് അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകുന്നുണ്ട്. നാം ഉറങ്ങാൻ തീരുമാനിക്കുമ്പോൾ നല്ല രീതിയിൽ വുളൂ ചെയ്ത് അതിന് മുമ്പ് മിസ്വാക്ക് ചെയ്ത് കൃത്യമായി ഉറങ്ങാൻ വേണ്ടി നാം ബെഡിലേക്ക് പോകണം. നാം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം കാരണം നാം പലപ്പോഴും മൊബൈൽ ഉപയോഗിച്ച് ആ മൊബൈലിലായാണ് നമ്മുടെ ഉറക്കം ഉണ്ടാകാറുള്ളത്. അതിൽ നിന്ന് വിഭിന്നമായി നമുക്കൊന്ന് മാറണമെന്ന ചിന്തയോടുകൂടി നല്ല രീതിയിൽ വുളൂ ചെയ്ത് നല്ല ഫ്രഷായി വേണം നാം ഉറങ്ങാൻ വേണ്ടി ഒരുങ്ങുവാൻ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്താണ് ആയത്തുൽ കുർസി. നാം പലപ്പോഴും ഓതാറുണ്ടെങ്കിലും അതിൻ്റെ രീതിയിൽ നാം പാരായണം ചെയ്യുമ്പോഴേ അതിൻ്റെ കൃത്യമായ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ഉറക്കത്തിൽ നമ്മളെ ശൈത്താൻ പ്രയാസപ്പെടുത്താതിരിക്കാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി 2 കൈയിലും ഊതണം, എന്നിട്ട് ശരീരമാസകലം തടകണം. ഇങ്ങനെ ചെയ്താൽ ശൈത്താനിൽ നിന്നുള്ള പ്രയാസം നീങ്ങിക്കിട്ടുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്ഥിരമായി ഉറക്കത്തിൽ ഞെട്ടി പേടിച്ച് എഴുന്നേൽക്കുന്ന പലരും പ്രയാസം പറയാറുണ്ട്. ഉറക്കത്തിന്റെ പേടിയും ഉറക്കത്തിലുള്ള പേടിയും ദുസ്വപ്നങ്ങളും ഒഴിവാക്കാൻ മശായിഖന്മാർ പറഞ്ഞു തന്ന ചില രീതികളുണ്ട്. അതായത് 3 പ്രാവശ്യം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് പാരായണം ചെയ്യുക. അതിനുശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 3 തവണ പാരായണം ചെയ്യുക. അതിനുശേഷം 3 തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. ഓരോ തവണയും ബിസ്മിയോടുകൂടിയായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. ഓരോ തവണ ആയത്തുൽ കുർസി പാരായണം ചെയ്യുമ്പോഴും അതിൻ്റെ അവസാനത്തെ പദമായ വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം എന്നത് ഓരോ പ്രാവശ്യത്തെ ആയത്തുൽ കുർസിയോടൊപ്പവും 3 തവണ വീതം മടക്കി ഓതണം. അതായത് അഊദു ഓതുന്നു, ബിസ്മി ഓതുന്നു, അതിനുശേഷം ആയത്തുൽ കുർസി ഓതുന്നു, അതിൻ്റെ അവസാനം വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം എന്നത് 3 തവണ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നു. ഇങ്ങനെ 3 തവണ ആയത്തുൽ കുർസി ഓതുക. ടോട്ടൽ 9 തവണ വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അലീം എന്നത് പാരായണം ചെയ്തിട്ടുണ്ടാകും. ഇങ്ങനെ ഓതി ഉറങ്ങിയാൽ പിശാചിന്റെ ശല്യം ഉണ്ടാവുകയില്ലെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.